ഇപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കോഴിക്കോടേക്ക് പോകണം. അവിടെ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബിജെപിയുടെ പ്രതിഷേധം. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്നും. അനീഷ്, എന്താണ് അവിടെ നടക്കുന്നത്? അതിശക്തമായ പ്രതിഷേധത്തിലേക്കാണ് BJP വരുന്നതെന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഇത് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന വലിയ പ്രതിഷേധമായി സംസ്ഥാനമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? മന്ത്രിയുടെ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് BJP മുന്നിലാണ് വ്യക്തമാകുന്നത്. ഇന്ന് കോഴിക്കോട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് മന്ത്രി ശിവൻകുട്ടി എത്തിയത്. ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആദ്യം KC പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. അതിനുശേഷം ജൂബിലി ഹാളിൽ SFI ഒരു പ്രതിഭാ സംഗമ പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രി വരികയായിരുന്നു. ഈ സമയത്താണ് തളി ക്ഷേത്രത്തിന് സമീപം, അവിടെ തന്നെയാണ് BJP ഓഫീസിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ മാരാർ ഭവൻ, അതിന്റെ തൊട്ടടുത്താണ് തളിക്ഷേത്രമുള്ളത്. ആ ഭാഗത്ത് വെച്ച് യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായി എത്തുകയായിരുന്നു. ഈ സമയമാണ് SFI പ്രവർത്തകർ ചാടി വീഴുകയും യുവമോർച്ച പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകരെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. തുടർന്ന് പോലീസും ഇതിന് ഒത്താശ ചെയ്തു എന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ആരോപിക്കുന്നത്. പിന്നീട് യുവമോർച്ച പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് കൊണ്ടുപോവുകയും SFI പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് വിടുകയുമായിരുന്നു. അവർ പിന്നീട് SFIയുടെ ചടങ്ങിൽ പോയി പങ്കെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പോലീസ് ഉദ്യോഗസ്ഥർ SFIക്കാർക്ക്
പ്രവർത്തകർക്ക് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള അവസരം ഒരുക്കി നൽകി അല്ലെങ്കിൽ പിടിച്ചു വെച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് യുവമോർച്ച പ്രവർത്തകരും BJPയും ആരോപിക്കുന്നത്. എന്തായാലും ഈ ജൂബിലി ഹാളിലെ പരിപാടിക്ക് ശേഷം സാമൂതിരി സ്കൂളിലെ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനായി വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തി. ആ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും യുവമോർച്ച പ്രവർത്തകരെ അതീവ ഗുരുതരമായി മർദ്ദിച്ച പ്രതികൾക്കെതിരെ കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്പസമയം മുമ്പ് BJP മാർച്ചുമായി ഈ സാമൂതിരി സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയത്. എന്തായാലും ഈ പ്രവർത്തകർ മാർച്ചുമായി എത്തിയതിന് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പരിപാടി പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിരിക്കുന്നു. പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. എന്തായാലും ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയും CPMും തമ്മിലുള്ള അല്ലെങ്കിൽ BJPയും മന്ത്രി ശിവൻകുട്ടിയും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ പോരാട്ടം രൂക്ഷമാവുന്നു. കൂടുതൽ തീവ്രമായ ഒരു പ്രചാരണ വിഷയമായി, പ്രക്ഷോഭ വിഷയമായി ഇതിനെ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് ഇപ്പോൾ BJPയുടെ തീരുമാനം. സജിത്ത്. യെസ്, BJPയുടെ തീരുമാനം അതാണ്. ശക്തമായ പ്രതിഷേധമുണ്ടാവുകയാണ്. BJP അവിടെ മന്ത്രി V ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നടക്കുന്നു. വലിയ മുദ്രാവാക്യം വിളികൾ CPMനെ വിളിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ നീക്കം ഇനി സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ സാഹചര്യത്തിലേക്ക് വരുന്നു. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകൾ വരെ നീളുന്ന ഒരു രാഷ്ട്രീയം കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്നതും കൂടി ശ്രദ്ധേയമാണ്. ഇത്തരമൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടുകൂടി DYFIയും ഒപ്പം CPMും അടക്കമുള്ള സംഘടനകളൊക്കെ കൂടുതൽ ശക്തമായി ഗവർണർക്കെതിരെ BJPക്കെതിരെ രംഗത്ത് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടൽ കൂടിയായി ഈ വിവാദം മാറിയേക്കാം. സംസാരിക്കുന്നതിന് വേണ്ടി BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അവരെ